the value of integral 0 to 2 pi x sin raised to 8x by sin raised to 8x plus cos raised to 8x dx is equal to. അപ്പോൾ ഇത് ഈസി ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? I is equal to integral 0 to 2 pi x into sin raised to 8x by sin raised to 8x plus cos raised to 8x. Okay. Also I is also equal to എന്താണ്? ആ പ്രോപ്പർട്ടി ഉപയോഗിക്കുക. ഇന്റഗ്രൽ 0 to 2 pi എക്സിന് വരാം 2 pi minus x കൊടുക്കുക. 2 pi minus x കൊടുക്കുക. ഇവിടെ ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. ഇത് sin raised to 8x തന്നെ. ഇവിടെ എന്തായിട്ടുണ്ടാവും? sin raised to 8x തന്നെ cos raised to 8x തന്നെ. ഇനി എന്താ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടാൻ പോണെന്ന് നോക്കിയേ. ഡിനോമിനേറ്റർ കോമൺ ഡിനോമിനേറ്റർ ആണ്. ന്യൂമറേറ്ററിൽ നിന്ന് sin raised to 8x പുറത്തേക്ക് എടുത്താൽ x plus 2 pi minus x. x ക്യാൻസൽ ആയി പോയി 2 pi വരും. 2 pi പുറത്താക്കാം. അപ്പൊ 2i is equal to 2 pi times integral 0 to 2 pi sin raised to 8x by sin raised to 8x plus cos raised to 8x. ഇനി ആൻസർ പെട്ടെന്ന് പറയാം. ഇനി എന്തായിരിക്കും ആൻസർ എന്നൊന്ന് ആലോചിച്ച് പറഞ്ഞേ. പെട്ടെന്ന് ഒന്ന് ആലോചിച്ചാൽ പെട്ടെന്ന് ആൻസർ കിട്ടും. യെസ്, രണ്ട് രീതിയിൽ ഇത് പറഞ്ഞുതരാം. ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാല് sin raised to 8x by sin raised to 8x plus cos raised to 8x ഒക്കെയാണല്ലോ കാണുന്നത്. നമുക്ക് ഈ സംഭവത്തില് എക്സിന് പകരം π/2 plus x കൊടുത്താലും ഒന്നും സംഭവിക്കാൻ പോണില്ലല്ലോ. എക്സിന് പകരം π/2 plus x കൊടുത്താലും ഒന്നും സംഭവിക്കാൻ പോണില്ല. അപ്പൊ ഇത് f of x എന്ന് വിളിച്ചാൽ f of x തന്നെയാണ് f of π/2 plus x. f of x എന്ന് പറഞ്ഞ സാധനം f of π/2 plus x ആണ്. സോറി, π/2 plus x കൊടുത്താൽ ന്യൂമറേറ്റർ മാറും അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചെയ്യണ്ട, വേറെ രീതിയിൽ ചെയ്യാം. ഇങ്ങനെ ചെയ്യണ്ട, നമുക്ക് വേറെ രീതിയിൽ ചെയ്യാം. ഇന്റഗ്രേഷന്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യാം. ന്യൂമറേറ്റർ മാറും കേട്ടോ, π/2 plus x കൊടുത്താൽ. അപ്പൊ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ നോക്ക്, i ഇങ്ങനെയായല്ലോ. i is equal to pi times integral 0 to 2 pi sin raised to 8x by sin raised to 8x plus cos raised to 8x ആണല്ലോ. ഇനി ഇന്റഗ്രേഷൻ്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, എന്താണെന്നറിയോ? ഇന്റഗ്രൽ 0 to 2a fx dxനെ നമുക്ക് 2 times integral 0 to a fx dx എന്ന് എഴുതാൻ പറ്റും. എങ്ങനെയാണെന്ന് അറിയോ? എപ്പോ f of 2a minus x f of x ആവുകയാണെങ്കിൽ, അത് മറക്കരുത് കേട്ടോ, അത് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്. f of 2a minus x f of x ആവുകയാണെങ്കിൽ നമുക്ക് 2 times 0 to a എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ചെക്ക് ചെയ്തൊക്കെ, എക്സിന് പകരം 2 pi minus x കൊടുത്താലും ഇത് സെയിം തന്നെയാണ്. എക്സിന് പകരം 2 pi minus x കൊടുത്താൽ എന്താണ്? സെയിം ആണ്. അപ്പൊ i is equal to pi into 2 times, ഇപ്പൊ എന്തായി മാറി? 0 to 2a അല്ല, 0 to a, 2 times 0 to a. അപ്പൊ 2 times 0 to pi sin raised to 8x by sin raised to 8x plus cos raised to 8x. കുഴപ്പമില്ലല്ലോ. ഇനി ഇപ്പൊ പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ടല്ലോ,
ഇനിയിപ്പോൾ പറഞ്ഞ പ്രോപ്പർട്ടി ഒരു തവണ കൂടി ഉപയോഗിച്ചുകൂടെ, കാരണം എക്സിന് പകരം പൈ മൈനസ് എക്സ് കൊടുത്താൽ ഇതേ ഇന്റഗ്രൽ തന്നെ വരാൻ പോണേ, സോറി ഇതേ ഫംഗ്ഷൻ തന്നെ വരാൻ പോണേ. എക്സിന് പകരം പൈ മൈനസ് എക്സ് കൊടുത്താൽ ഇതേ ഫംഗ്ഷൻ തന്നെ വരാൻ പോണത്. അപ്പൊ ദിസ് ഇസ് പൈ ഇൻറ്റു 2 0 ടു എന്തായി പൈ ബൈ 2 ആയി. സൈൻ റേസ് ടു 8x ബൈ സൈൻ റേസ് ടു 8x പ്ലസ് കോസ് റേസ് ടു 8x dx. Okay, so I is equal to 4 pi times this quantity. ഇനി നെക്സ്റ്റ് ഐഡിയ എന്ന് പറഞ്ഞാലേ പൈ ബൈ 2 എക്സിന് പകരം പൈ ബൈ 2 മൈനസ് എക്സ് കൊടുക്കുമ്പോൾ ന്യൂമറേറ്റർ എന്താ വരാൻ പോണത്, കോസ് റേസ് ടു 8 ആയി ഉണ്ടാവും, ഡിനോമിനേറ്റർ എന്തായിട്ടുണ്ടാവും, സെയിം ആയിട്ടുണ്ടാവും. അപ്പൊ ഇത് ഐ ആണെങ്കിൽ ഐ ഇസ് ആൾസോ ഈക്വൽ ടു 4 പൈ ടൈംസ് ഇന്റഗ്രൽ 0 ടു പൈ ബൈ 2 എന്തായി, സൈൻ മാറി എന്തായി, കോസ് ആയി, കോസ് റേസ് ടു 8x dx. സെയിം അല്ല, പക്ഷെ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്ന ട്രിക്ക് എന്താണ്, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാൻ പോവാം. ഓക്കെ, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാൻ പോകും. ഇതിലെ ട്രിക്ക് എന്താ, ഐഡിയ എന്താന്ന് ഇപ്പൊ മനസ്സിലാക്കിക്കോ. ഇന്റഗ്രൽ 0 ടു പൈ ബൈ 2 സൈൻ റേസ് ടു 8x ബൈ സൈൻ റേസ് ടു 8x പ്ലസ് കോസ് റേസ് ടു 8x dx വന്നപ്പോ ഇത് സംസേ ഒരു ഐ ആണെങ്കിൽ എക്സിന് വരെ പൈ ബൈ 2 മൈനസ് എക്സ് കൊടുക്കുക, അപ്പോഴും സെയിം സാധനം തന്നെയാണ് വരുന്നുണ്ടാവും. രണ്ടും കൂടി ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കംപ്ലീറ്റ് എന്തായി പോയിണ്ടാവും, ക്യാൻസൽ ആയി പോയിണ്ടാവും. ഇൻഫാക്ട് ജനറലൈസ് ചെയ്ത് നോക്കിയേ, ഇന്റഗ്രൽ എ ടു ബി എഫ് എക്സ് ബൈ എഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് ഫോമിലുള്ള ഒരു ഇന്റഗ്രൽ വന്നാൽ നോക്കിക്കൊണ്ട് ഇതിന്റെ ഉത്തരം ബി മൈനസ് എ ബൈ 2 എന്ന് പറയാം. കേട്ടോ, ഓർത്ത് വെക്കുക. ഇന്റഗ്രൽ എ ടു ബി എഫ് എക്സ് ഡി എക്സ് ബൈ എഫ് എക്സ് ബൈ എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് എന്താന്ന് പറയാം, ഇങ്ങനെ പറയാം. ഓക്കെ, ശരി. അപ്പൊ ഇതിലേക്ക് തിരിച്ചു വരിക. ഇതിലേക്ക് തിരിച്ചു വരുമ്പോൾ എന്താ ഞാൻ പറഞ്ഞത്, ഈ ഇന്റഗ്രലിന്റെ വാല്യൂ എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോണത്, ഇതിനെ സേ സം ഐ എന്ന് വിളിച്ചാൽ ഐ ഇസ് ആൾസോ ഈക്വൽ ടു എന്തായിരിക്കും, ന്യൂമറേറ്ററിൽ കോസിന് വരെ സൈൻ വരുന്ന സംഭവം. അപ്പൊ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 0 ടു പൈ ബൈ 2 1 dx എന്ന് കിട്ടും. 2i ഇട്ടാ 2 ടൈംസ് ആയത്, അപ്പൊ എന്തായി പൈ ബൈ 2 ആയി മാറി. അപ്പൊ ഇതിന്റെ വാല്യൂ വരാൻ പോണത് പൈ ബൈ 4. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ നേരത്തെ ഷോർട്ട് കട്ട് നേരിട്ട് ഉപയോഗിക്കാം. എന്താണ്, ഇന്റഗ്രൽ എ ടു ബി എഫ് എക്സ് ബൈ എഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് എന്താണ്, ബി മൈനസ് എ ബൈ 2. പൈ ബൈ 2 മൈനസ് 0 ബൈ 2 അഥവാ പൈ ബൈ 4. 4 പൈ ഇൻറ്റു പൈ ബൈ 4 ആൻസർ പൈ സ്ക്വയർ. പൈ സ്ക്വയർ ഇസ് ദി ആൻസർ. 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 പൈ സ്ക്വയർ ഉണ്ടോ? ഇനി എന്റെ ചോദ്യം ചോദിച്ചോടെ, ഈ സൈൻ റേസ് ടു 8x വരെ സൈൻ സ്ക്വയർ എക്സ് ആയിരുന്നെങ്കിലോ? സൈൻ റേസ് ടു 8x ആണെങ്കിൽ സൈൻ സ്ക്വയർ എക്സ്, സൈൻ റേസ് ടു 8x വരെ സൈൻ സ്ക്വയർ എക്സ് ആയിരുന്നെങ്കിൽ ആൻസർ എന്തായിരിക്കും? ഒന്ന് പറഞ്ഞ ടൈപ്പ് ചെയ്തേ. സൈൻ റേസ് ടു 8x പകരം അവിടെ സൈൻ സ്ക്വയർ എക്സ് ആയിരുന്നെങ്കിൽ, ഇവിടെ 2 ഇവിടെ 2 ഇവിടെ 2 ആയിരുന്നെങ്കിൽ എന്തായിരിക്കും ആൻസർ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇതേപോലെ തന്നെ. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവോ? ഇല്ല. 0 ടു പൈ ആയി കഴിഞ്ഞാലും പിന്നെ ഇതേപോലെ തന്നെ. നെക്സ്റ്റ് സ്റ്റെപ്പിലും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും? ഇല്ല. ഇവിടെ സൈൻ സ്ക്വയർ ആയിട്ടുണ്ടാവും, ഇവിടെ ഇതായിട്ടുണ്ടാവും, പക്ഷെ ലിമിറ്റ് എന്താണ്? ഇതേപോലെ തന്നെ. അപ്പോഴൊന്നും ആൻസർ വ്യത്യാസം വരാൻ പോകില്ല അല്ലേ, സെയിം ആൻസർ ആയിരിക്കും. എന്ന് പറഞ്ഞാലേ ഇതാ ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നു. ഏത്? ഇന്റഗ്രൽ 0 to 2 pi x times sin raised to 2nx by sin raised to 2nx plus cos raised to 2nx dx. ആൻസർ എന്തായിരിക്കും? പൈ സ്ക്വയർ ആയിരിക്കും. ഫൈൻ. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ഏതാ കഴിഞ്ഞ നമ്മള് 7 8th ക്വസ്റ്റ്യൻ. 8th ക്വസ്റ്റ്യൻ ചെയ്യാം. If for some alpha and beta in R, the intersection of the following three planes is a line in R cube, then alpha plus beta is equal to. Okay. ക്വസ്റ്റ്യൻ വളരെ ക്ലിയർ ആയിട്ട് പറയണം. എന്താ, 3 പ്ലെയിനുകളാണ്, ആ 3 പ്ലെയിൻ്റെ ഇന്റർസെക്ഷൻ ഒരു ലൈനാന്നാ പറയണത്. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഈ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ, 3 വേരിയബിൾ 3 എണ്ണമുള്ള സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ഉണ്ട്. This is infinite solutions. Infinite solutions. Infinite solutions. അപ്പൊ കണ്ടീഷൻ ഏതാ? എന്താ കണ്ടീഷൻ? ഡെൽറ്റ 0 ആണ്. അപ്പൊ ഡിറ്റർമിനന്റ് 1 4 -2 1 7 -5 1 5 ആൽഫ 0. അപ്പൊ ഇതിന് ആൽഫ കിട്ടും. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് പറഞ്ഞേ, എന്താ കിട്ടണേ? ആൽഫ വാല്യൂ എന്താ കിട്ടണേ പറഞ്ഞേ. One into 7 alpha plus 25 minus 4 into alpha plus 5 minus 2 into 5 minus 7 is equal to 0. അപ്പോൾ 7 alpha plus 25 minus 4 alpha minus 20 plus 4 is equal to 0. അപ്പോൾ 3 alpha is equal to minus 9, alpha is equal to minus 3. Alpha equal to minus 3 കിട്ടിയ എല്ലാവർക്കും? Alpha is equal to minus 3. Alpha is equal to minus 3. ഓക്കെ. ഇനി ബീറ്റ കണ്ടുപിടിക്കാൻ 2 വഴി ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ വഴി നോക്കിയേ, എക്സ് പ്ലസ് അഡ്ജോയിന്റ് അതൊക്കെ പറഞ്ഞേക്കൂട്ടോ, അതിന്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെയും ചെയ്യാം, പക്ഷെ അത് അഡ്ജോയിന്റ് കണ്ടുപിടിക്കാൻ കേട്ടോ. എക്സ് പ്ലസ് 4y മൈനസ് 2z ഈക്വൽ ടു 1 ആണ് ഫസ്റ്റത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ എക്സ് പ്ലസ് 7y മൈനസ് 5z ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ബീറ്റ. അടുത്ത ഇക്വേഷൻ എക്സ് പ്ലസ് 5y മൈനസ് 3z is equal to 5. ഓക്കെ, നമ്മുടെ സിസ്റ്റം ആൽഫ കണ്ടുപിടിച്ചതിന് ശേഷം സിസ്റ്റം ഇങ്ങനെ മാറി. എക്സ് പ്ലസ് 4y മൈനസ് 2z is equal to 1, എക്സ് പ്ലസ് 7y മൈനസ് 5z is equal to ബീറ്റ, എക്സ് പ്ലസ് 5y മൈനസ് 3z is equal to 5.
ഓക്കെ, ഇനി ബീറ്റ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് പല രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ഇത്തിരി ട്രിക്കിയാണ്, ഒന്ന് ഒബ്സർവേഷൻ കൂടിയാണ്. ഞാൻ ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഈ ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഈ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് ഇത് രണ്ടും സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പൊ എന്താ ചെയ്തതെന്ന് ശ്രദ്ധിച്ചോ. മൂന്നാമത്തെ ഇക്വേഷൻ 3 കൊണ്ടും ഒന്നാമത്തെ ഇക്വേഷൻ 2 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് സബ്ട്രാക്ട് ചെയ്യുന്നു. എന്തിനാ ചെയ്തതെന്ന് ഇപ്പൊ മനസ്സിലാവും നിങ്ങൾക്ക്. അങ്ങനെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് എന്താന്ന് നോക്കി. 3x minus 2x x, 15 minus 8 plus 7 minus 9 minus 4 minus 5z is equal to 15 minus 2 13. ഇനി നോക്കിയിട്ടൊന്ന് പറഞ്ഞേ, ആദ്യത്തെ 2 ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷനാണ് ഇത്. ഇനി നടുവിലത്തത് എന്തായാലാണ് എന്താവാ ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ വരിക. ബീറ്റ എന്തായിരിക്കണം? 13 ആയിരിക്കണം. ഓക്കെ, ബീറ്റ 13 ആയിരിക്കണം. ബീറ്റ ഏതെങ്കിലും വേറെ നമ്പറായി മാറിയാൽ നോ സൊല്യൂഷനായി. ബീറ്റ വേറെ ഏതെങ്കിലും നമ്പറായി മാറിയാൽ നോ സൊല്യൂഷനായി മാറി. കാരണം എന്താ, എക്സ് പ്ലസ് 7y minus 5z 13ഉം ഇവിടെ എക്സ് പ്ലസ് 7y minus 5z is equal to say 20 ആണെന്ന് വിചാരിച്ചോ. എന്തായി, ഇത് കോൺട്രഡിക്റ്റ് ചെയ്യും. there is no solution. അപ്പൊ ഇങ്ങനെ നോക്കിയിട്ട് എഴുതാം എന്താണ്, ബീറ്റ is equal to 13. പക്ഷെ ഇതെങ്ങനെ ഇതുകൊണ്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തോ 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണെന്നുള്ളത് നമുക്കൊന്ന് ആലോചിച്ചാൽ തന്നെ കിട്ടുള്ളൂ. ഒന്ന് ജസ്റ്റ് മനസ്സിലൊന്ന് ചിന്തിച്ചു നോക്കിയാൽ തന്നെ അത് കിട്ടുള്ളൂ. ഓക്കെ, ഇത് എല്ലായ്പ്പോഴും സ്ട്രൈക്ക് ചെയ്യണമെന്നില്ല, അപ്പൊ രണ്ടാമത്തെ മെത്തേഡ് പറഞ്ഞുതരാം. അപ്പൊ ഇത് ആദ്യത്തെ മെത്തേഡ് ജസ്റ്റ് ഒബ്സർവേഷൻ. രണ്ടാമത്തെ മെത്തേഡ് ശ്രദ്ധിച്ചേ. നമുക്ക് തന്നിരിക്കുന്ന പ്ലെയിന് ഒന്നുകൂടി ഞാൻ എഴുതാൻ പോവാണ്. എക്സ് പ്ലസ് 4y minus 2z is equal to 1. x plus 7y minus 5z is equal to beta. അടുത്തത് x plus 5y minus 3z is equal to 5. 1 2 3. ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് ജിയോമെട്രി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. ജിയോമെട്രിയിലെ കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ ജിയോമെട്രിനെ കുറിച്ച് ചിന്തിക്കും. തന്നിരിക്കുന്നത് 3 പ്ലെയിനുകളാണ്. ഇത് ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ ഉണ്ടാവണം. അല്ലെങ്കിലും ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് തന്നെ പറയുന്നുണ്ട് ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ അല്ല. അവർ പറയുന്നത് എന്താണ്, ദ ഇന്റർസെക്ഷൻ ഓഫ് ദ ഫോളോയിങ് 3 പ്ലെയിൻസ് ഇസ് എ ലൈൻ ഇൻ ആർ ക്യൂബ്. ഓക്കെ, അപ്പൊ സിമ്പിൾ ആണ് കാര്യം. എന്താണെന്നറിയോ, 2 പ്ലെയിനുകൾ ഇന്റർസെക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഒരു ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ. ആ ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ മൂന്നാമത്തെ പ്ലെയിനിലാണ് ഉണ്ടാവേണ്ടത്. അപ്പൊ കോമൺ ഭാഗം എന്തായി മാറി, ഒരു ലൈനായി മാറി. 3ന്റെ കോമൺ എന്തായി മാറി, ഒരു ലൈനായി മാറി. അപ്പൊ ആ കോൺസെപ്റ്റാണ് ഉപയോഗിക്കാൻ പോണത്. അപ്പോ നമുക്ക് ബീറ്റ അൺനോൺ ക്വാണ്ടിറ്റി അവിടെ ഉള്ളത് കൊണ്ട് ഞാൻ എന്താ ചെയ്യാൻ പോണോ, 1ന്റെയും 3ന്റെയും കൂടി ഒരു ലീനിയർ കോമ്പിനേഷൻ എടുക്കാൻ പോകും. നമ്മുടെ ഐഡിയ എന്ന് പറഞ്ഞാൽ എന്താ, 1ന്റെയും 3ന്റെയും ഒരു ലീനിയർ കോമ്പിനേഷൻ എടുത്താൽ നമുക്ക് എന്ത് കിട്ടണം, 2 കിട്ടണം. 1 ഒരു പ്ലെയിൻ ആണ്, 2 ഒരു പ്ലെയിൻ ആണ്. 1ന്റെയും 2ന്റെയും ഒരു ലീനിയർ കോമ്പിനേഷൻ എടുത്താൽ എന്തായിരിക്കും, 1ന്റെയും 2ന്റെയും ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ കൂടെ പാസ് ചെയ്യുന്ന ഒരു പ്ലെയിൻ ആയിരിക്കും. മറക്കരുത്, 2 പ്ലെയിനുകളുടെ ഇക്വേഷനുകളുടെ ലീനിയർ കോമ്പിനേഷൻ എടുത്താൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടന്റ് സാധനം will be another plane which is passing through the line of intersection of the 2 planes. അപ്പോൾ k1 times x plus 4y minus 2z minus 1 plus k2 times x plus 7y minus 5z. സോറി, അതെല്ലാം എടുക്കണ്ടേ, ഇതാണ് എടുക്കാൻ പോകുന്നത്. k2 times x plus 5y minus 3z minus 5 is equal to എന്തായിരിക്കും, ആദ്യത്തെ മൂന്നാമത്തെ പ്ലെയിനുകളുടെ ലീനിയർ കോമ്പിനേഷൻ.
രണ്ടാമത്തെ പ്ലെയിൻ ആണ് എഴുതാൻ പോകും ഞാൻ. എക്സ് പ്ലസ് 7y മൈനസ് 5z മൈനസ് ബീറ്റ. ഇനി എന്ത് ചെയ്യുക? എക്സ് കോഎഫിഷ്യന്റ് കമ്പയർ ചെയ്യുക, വൈ കോഎഫിഷ്യന്റ് കമ്പയർ ചെയ്യുക, എക്സ് കോഎഫിഷ്യന്റ് കമ്പയർ ചെയ്യുക, വൈ കോഎഫിഷ്യന്റ് കമ്പയർ ചെയ്യുക, k1 k2 എന്താന്ന് കിട്ടും. അപ്പൊ z കോഎഫിഷ്യന്റ് ഓട്ടോമാറ്റിക്കലി സെയിം ആയിരിക്കും. ഓക്കെ, പിന്നെ കോൺസ്റ്റന്റ് കമ്പയർ ചെയ്ത ബീറ്റയും കിട്ടും. എന്താണ് k1 k2 എന്ന് പറഞ്ഞ വേഗം? യെസ്, എന്താണ് k1 k2 വാല്യൂ? രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടും. കോഎഫിഷ്യന്റ് ഓഫ് എക്സും കോഎഫിഷ്യന്റ് ഓഫ് വൈയും കമ്പയർ ചെയ്യാം. k1 പ്ലസ് k2 is equal to 1. y കമ്പയർ ചെയ്താൽ 4k1 പ്ലസ് 5k2 is equal to 7. അപ്പൊ അതിന് k2 is equal to 3 എന്നും k1 is equal to -2 എന്നും കിട്ടും. രണ്ട് സോൾവ് ചെയ്താൽ k1 is equal to -2, k2 is equal to 3 എന്ന് പെട്ടെന്ന് കിട്ടും. ഇനി z കമ്പയർ ചെയ്യണമെന്നില്ല. z കമ്പയർ ചെയ്താലും എന്തായിരിക്കും? സെയിം ആയിരിക്കും. നോക്കിക്കോ നിങ്ങൾ. -2k1 എന്ന് വെച്ചാൽ +4, -3k2 -9, അതായത് -5. RHS -5 ആണ്. ഇനി എന്ത് ചെയ്യാം? ബീറ്റ കിട്ടാൻ എന്ത് ചെയ്യണം? ബീറ്റ വാല്യൂ വിൽ ബി എങ്ങനെയായിരിക്കും? -k1 -5k2 ആയിരിക്കും മൈനസ് ബീറ്റ. അപ്പൊ 15 - 2 13 ആണ് ബീറ്റയുടെ വാല്യൂ. 13 ആണ് ബീറ്റയുടെ വാല്യൂ. ശരി, മൂന്നാമത്തെ മെത്തേഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അഡ്ജോയിന്റ് ഓഫ് a into b വെച്ച് ചെയ്യാം. അത് ഞാൻ ചെയ്യുന്നില്ല. മൂന്നാമത്തെ ഞാൻ ക്രാമേഴ്സ് റൂൾ മുന്നത്തെ ക്വസ്റ്റ്യനുകൾ ഡിസ്കസ് ചെയ്തപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്. ക്രാമേഴ്സ് റൂൾ വെച്ച് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പൊ അഗൈൻ നമുക്കറിയാം എക്സ് പ്ലസ് 4y മൈനസ് 2z is equal to 1 ആണ്. എക്സ് പ്ലസ് 7y മൈനസ് 5z is equal to bt ആണ്. എക്സ് പ്ലസ് 5y മൈനസ് 3z is equal to 5 ആണ്. നമുക്കറിയാം ആൽഫ കണ്ടുപിടിക്കാൻ നമ്മൾ ഓൾറെഡി Δ0 കണ്ടീഷൻ ഉപയോഗിച്ചു. ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ കേസിൽ എന്തായിരിക്കും? Δ1 0 ആയിരിക്കും, Δ2 0 ആയിരിക്കും, Δ3 0 ആയിരിക്കും. അപ്പൊ Δ1 ഈക്വൽ ടു 0 കൊടുക്കുക. Δ1 is equal to 0, അല്ലെങ്കിൽ Δ3 is equal to 0, ഏതെങ്കിലും ഒന്ന് 0 കൊടുക്കുക. അപ്പോൾ ഡിറ്റർമിനന്റ് 1 1 1 4 7 5 1 beta 5 is equal to 0. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്താലും ആൻസർ കിട്ടും. എന്താ കിട്ടാൻ പോണേ? 35 minus 5 beta minus 20 minus 5 plus 4 beta minus 7 is equal to 0. 35 minus 15 minus 7
is equal to beta. Beta is equal to 13. Beta is equal to 30. കുഴപ്പമില്ലല്ലോ. ഇപ്പം 3 മെത്തേഡിൽ നമ്മൾ ചെയ്തു. ഇനി നോക്കി, ക്വസ്റ്റ്യനിൽ ആക്ച്വലി ചോദിച്ചിരിക്കുന്നത് ആൽഫ വാല്യൂ നമുക്ക് കിട്ടി -3യും ആൽഫ പ്ലസ് ബീറ്റയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആൽഫ പ്ലസ് ബീറ്റ 10. ആൽഫ പ്ലസ് ബീറ്റ വാല്യൂ 10 ആണ്.